ആഹാരം കഴിച്ചോട്ടെ ആൾക്കാര് പാവോ അല്ലേട്ടാ ഇതിപ്പോ ഈ അവസരം നമ്മൾ ചോദിച്ചവർ ആരോട്ട് ഭക്ഷണം കഴിച്ചില്ല. അല്ല ഞാനിപ്പോ ആണ് അറിയത്. എന്നെ ഇപ്പൊ ആര് വിളിച്ചു പറഞ്ഞ കഴിഞ്ഞ 10 ദിവസം അത് കുറെ. നമസ്കാരം, ഇത് കോരാണി അസംബ്ലി ബുക്കാണ്. എൻ്റെ കൂടെയുള്ള താഹിർ എന്ന വയസ്സായ ഒരു ചേട്ടനാണ്. 2 മക്കളുണ്ടെങ്കിലും ജീവിതത്തിന്റെ സായാഹ്ന കാലത്ത് ഒറ്റപ്പെട്ടു പോയ മനുഷ്യൻ. നമസ്കാരം, ടോക്ടേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് വേദനാജനകമായ ഒരു കാഴ്ചയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. 10-25 വർഷം ഗൾഫിൽ പണിയെടുത്ത് നാട്ടിൽ വന്ന ഒരു വൃദ്ധന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. മധ്യവയസ്കനായിട്ടുള്ള ഒരു 55 വയസ്സ് തോന്നിക്കുന്ന താഹിർ എന്ന ഒരാളുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം വീട്ടിൽ വന്ന ശേഷം മക്കളും ഭാര്യയും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള അവസ്ഥയും, അതുപോലെ ഭക്ഷണം കൊടുക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിട്ടും അത് തട്ടിമാറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ കാണുവാൻ സാധിച്ചത്. വിസ്മയ ന്യൂസ് ആണ് ഇത് പുറത്തുവിട്ടത്. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. താഹിർ എന്ന അദ്ദേഹം 25 വർഷമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു. മക്കളെ എല്ലാം പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിച്ചു. മൂത്ത മകൻ MBA കാരനാണ്, ഇളയ മകൾ MSc കാരിയുമാണ്. അതുപോലെ അമ്മയും മോളും മകനുമാണ് വീട്ടിലുള്ളത്. ഇവരാരും ഇദ്ദേഹത്തെ നോക്കുന്ന പോലുമില്ല. 10 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്ത രീതിയിൽ മാത്രമാണ് അദ്ദേഹത്തെ കാണപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിസ്മയ ന്യൂസ് ഈ അന്വേഷണത്തിനായിട്ട് മുന്നോട്ട് വന്നത്. ഇദ്ദേഹം 10 ദിവസമായിട്ട് ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ കാലിൽ വലിയ മുറിവും ഒരു പൊള്ളിയ പാടും കാലിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം വെള്ളം തിളപ്പിച്ചപ്പോൾ അത് കാലിൽ വീണതാണെന്നാണ് പറയപ്പെടുന്നത്. നാട്ടുകാർ പറയുന്നത് വെള്ളം തിളപ്പിച്ച് അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ കൊണ്ട് കോരി ഒഴിച്ചതാണെന്നും പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ചികിത്സിക്കാനും കൊണ്ടുപോയിട്ടുമില്ല. അദ്ദേഹം ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു എന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും ആരും ഒന്നും കൊടുക്കുന്നില്ല, വീട്ടുകാരൊന്നും കൊടുക്കുന്നില്ല. അമ്മയും മകളും രാവിലെ ബൈക്കിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വൈകുന്നേരമാണ് തിരിച്ചെത്തുക. അതുവരെ അദ്ദേഹം ഭക്ഷണമില്ലാതെ കിടക്കുകയാണ്, വിശന്ന് നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഈ വിഷമം കാരണം, ഇവരെ ഇങ്ങനെ ഒഴിവാക്കുന്ന രീതിയിലുള്ള വിഷമങ്ങളും മറ്റും കാരണം അദ്ദേഹത്തിന് വിശപ്പില്ല, ഭക്ഷണം കഴിക്കാനൊന്നും വേണ്ടെന്നാണ് നാട്ടുകാരോട് പറയുന്നത്. നാട്ടുകാർ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുകൊടുക്കുവാനും ഇവർ സമ്മതിക്കുന്നില്ല, വീട്ടിലുള്ളവർ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വളരെ കുഴപ്പത്തിലാണ് ഇപ്പോൾ. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ആഹാരം കഴിച്ചോട്ടെ ആൾക്കാര് പാവോ അല്ലേട്ടാ ഇതിപ്പോ ഈ അവസരം നമ്മൾ ചോദിച്ചവർ ആരോട്ട് ഭക്ഷണം കഴിച്ചില്ല. അല്ല ഞാനിപ്പോ ആണ് അറിയത്. എന്നെ ഇപ്പൊ ആര് വിളിച്ചു പറഞ്ഞ കഴിഞ്ഞ 10 ദിവസം അത് കുറെ. നമസ്കാരം, ഇത് കോരാണി അസംബ്ലി ബുക്കാണ്. എൻ്റെ കൂടെയുള്ള താഹിർ എന്ന വയസ്സായ ഒരു ചേട്ടനാണ്. 2 മക്കളുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ സായാഹ്ന കാലത്ത് ഒറ്റപ്പെട്ടു പോയ മനുഷ്യൻ. ഇദ്ദേഹത്തിന് ചില ബന്ധുക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ഞങ്ങളോട് എത്തിയത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീടിനകത്ത് കയറുന്നില്ല, അദ്ദേഹത്തെ വിളിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ടാണ് ഈ വാർത്ത ചെയ്യുന്നത്. അദ്ദേഹത്തിന് മതിയായ സംരക്ഷണം മക്കളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് പരാതി. ഇത് കാലങ്ങളാ പൊള്ളിയത്. വെള്ളം വേണത് ആരുമില്ലായിരുന്ന സമയത്ത് ചൂട് വെള്ളം ഉണ്ടാക്കി അതിങ്ങനെ കൈ തട്ടി മൂട്ടി വീണു. ചികിത്സിക്കാനൊന്നും പോയില്ലേ? ചികിത്സിക്കാൻ പോയി. വലിയൊന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. 5 ദിവസം കൊണ്ട് കാണിക്കുന്നു. എനിക്ക് ശ്വാസം മുട്ടുണ്ട്, കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ ഇതുണ്ട്, ഈ സ്തംഭിതം പോലെ ഉണ്ട്. മക്കളെ നോക്കുന്നില്ലേ? ഒറ്റ മണിക്കൂടെ നോക്കല്ല. ഞാനുള്ള കാലത്ത് എല്ലാം ഉണ്ടാക്കി ഗൾഫിൽ പോയി ഉണ്ടാക്കി. ഇപ്പോഴത്തെ മക്കളൊക്കെ കളഞ്ഞിട്ട് പോയി. എന്നും അതുപോലെ അപ്പുറം ഉള്ളവരൊക്കെയാണ് ഇവരൊക്കെ. ഇവർ പോലും തിരിഞ്ഞു നോക്കാൻ വയ്യ. 3ാമത്തെ അനിയനുണ്ടായിരുന്നു. കഴിഞ്ഞ മെനിയാന്ന് വന്നിട്ട് 2 ദോശ ഉണ്ടെന്ന് അത് പിടിച്ചു വെച്ച് ദൂരെ എറിഞ്ഞ്. ഒരു ഗതിയില്ല. ഭക്ഷണം കൊണ്ട് തരാൻ സമ്മതിക്കുന്നില്ല. ഒരു ഭക്ഷണം കൊണ്ട് കൊടുക്കാനും സമ്മതിക്കില്ല. അന്ന് വലിച്ച് വെള്ളി ഇറങ്ങിയിട്ട് തെറിയൊക്കെ വിളിച്ചു. അങ്ങനെ പുള്ളി ഇറങ്ങിപ്പോയി. ഇത് പുള്ളി സ്വന്തമായിട്ട് വെള്ളം തിളപ്പിച്ചു വിടല്ല. അവർ ഈ പുള്ളി കിടന്ന് തുടങ്ങിയപ്പം
തിളപ്പിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുത്താ. അങ്ങനെയാണോ മാമ? എന്നാണ് പറഞ്ഞത്, എനിക്കറിയില്ല, ഞാൻ ഓർമ്മിച്ചില്ല. ഉറക്കത്തിലായിരുന്നു, ഉറങ്ങി കിടന്നപ്പോൾ ഒഴിച്ചു കൊടുത്താണ് വെള്ളം. ആണോ? സൗദിയിലൊക്കെ കിടന്ന് ഒരുപാട് വർഷങ്ങൾ കഷ്ടപ്പെട്ടാണ്. മക്കളെയൊക്കെ കല്യാണം ഇവിടെ ആ വസ്തു ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള വസ്തു ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാം എഴുതി ഇവർക്ക് വേണ്ടി തന്നെ കൊടുത്തു. മൂത്ത മോൻ MBA കാരനാണ്, മോൾ MSc കാരനാണ്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒക്കെ ആയി. ഒടുവിൽ അവരെല്ലാം നല്ല ലെവലിലായി, എന്നെ അങ്ങ് വിട്ടങ്ങ് പോയി. ഇതാണ് ഇതിലുള്ള സ്റ്റേജ്. ഇങ്ങനെയാണെങ്കിൽ ഈ ഭക്ഷണം നാട്ടുകാർ ഭക്ഷണം പോലും കൊണ്ടുതരാൻ സമയം, നാട്ടുകാർ പോലും ഭക്ഷണം കൊണ്ടുവരാൻ സ്റ്റൈലിലിരിക്കുകയാണ്. ഇയാള് ഭക്ഷണം കൊണ്ടുവരുത്തപ്പോഴത്തേക്കാണോ ചീത്ത വിളിച്ചത്? അല്ല, എൻ്റെ സഹോദരനാണ്, പുള്ളിക്കാരൻ്റെ സഹോദരൻ. ഇവരുടെ ആരും വേണ്ടെന്ന് പറഞ്ഞ്, ആരും ഭക്ഷണം വേണ്ടെന്ന് വേണ്ട ആരും വേണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞ് മറ്റ് മക്കളും മരുമക്കളും ആരും വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ തോന്നുന്ന നേരം വേണ്ട. അങ്ങനെ ആർക്കും ഇതിനകത്ത് കയറാൻ വയ്യാത്ത രൂപത്തിലായിപ്പോയി. 11 വർഷം കൊണ്ട് അവർ എന്നെ സ്വന്തമായിട്ട് കഴിയാണ്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഭാര്യ എവിടെ? ഭാര്യ ഇവിടെ ഉണ്ട്. എല്ലാവരും രാത്രി ഇവിടെ വരും. രാത്രി രാവിലെ വണ്ടി എടുത്തങ്ങ് പോകും, ഭാര്യയും മോളും കൂടെ. എവിടെ പോകുന്നു? എവിടെ പോകണം? എവിടെ പോകണം? വയ്യാത്ത മനുഷ്യനിട്ടാ പോകുന്നത്. എത്രയോ ദിവസം കൊണ്ട് ഇന്ന് ദിവസം ഒരു ഭാഗം അടിച്ചിട്ടില്ല. ഇതൊരു ആഹാരം കഴിച്ചിട്ടില്ലേ? ഒരു ഭാഗം അടിച്ചിട്ടില്ല. എടാ എന്തായാലും ആഹാരം വാങ്ങിച്ചിട്ടുണ്ടോ? ഒന്നും വേണ്ട വേണ്ട വേണ്ട, വിശപ്പ് വേണ്ട, വേണ്ട വിശപ്പില്ല, വേണ്ട. രാവിലെ അങ്ങ് പോകും. അതുകൊണ്ട് ഇപ്പൊ എന്താണ് പ്രതിനിധി ചേട്ടൻ ഇവിടുന്ന് ചേട്ടൻ എവിടെയെങ്കിലും കൊണ്ട് ആക്കണം നമ്മള്. അത് ഒരു 5 സെന്റ് വസ്തു അവരുടെ ആഹാരം കഴിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ വീഡിയോ കണ്ടു കാണുമല്ലോ. അതിൽ നമ്മൾ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ. അത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നിയമത്തിന്റെ വഴിയിലോ അതോ മറ്റു കേസുകളുടെ വഴിയിലോ നിന്ന് ഒതുക്കുവാൻ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇവരുടെ കണ്ണ് തുറക്കുകയുള്ളൂ. ഇദ്ദേഹം ഉണ്ടാക്കിയ വീടും സ്ഥലവും എല്ലാമാണ്. പക്ഷെ ഇതിപ്പോ മക്കളുടെ പേരിലും ഭാര്യയുടെ പേരിലുമാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുന്നതും കുറച്ച് കണക്റ്റഡ് ചെയ്യാൻ സാധിക്കും, എങ്കിലും ചില കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യാൻ സാധിക്കാത്ത സംസാരങ്ങളും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഈ ചൂടുവെള്ളം തന്നെ അദ്ദേഹം ഉണ്ടാക്കി ഒഴിച്ച് തട്ടി വീണപ്പോൾ കാലിൽ വീണതാണെന്ന് പറയുന്നുണ്ട്. നാട്ടുകാരിൽ ഒരാൾ പറയുന്നത് അത് ഈ ചൂടുവെള്ളം ഉണ്ടാക്കി കൊണ്ട് ഒഴിച്ചത് ആണെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പണ്ട് കാലങ്ങളിലൊക്കെ 70-80 കാലഘട്ടങ്ങളിലൊക്കെ പ്രവാസിയായിരിക്കുന്ന ആളുകൾ വീട്ടിൽ 5-8 മക്കളൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ആ മക്കളെയൊക്കെ ആണുങ്ങളൊക്കെ ആണെങ്കിലും അവരുടെ സഹോദരങ്ങളാണെങ്കിലും അവരെയൊക്കെ ഗൾഫിൽ കൊണ്ടുപോയി കഷ്ടപ്പെട്ട് അവരെ കൊണ്ടുപോയി അവർക്ക് ഒരു ജോലിയാക്കി കൊടുക്കുന്ന രീതിയും അതുപോലെ പെങ്ങന്മാരൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന രീതിയെല്ലാം പണ്ടുള്ള ഗൾഫിലുള്ള ആളുകളുടെ ഒരു കർത്തവ്യമായിരുന്നു. അത് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പിന്നെ അസുഖങ്ങളായിട്ടും മറ്റായിട്ടും കൺവേർട്ടായി തിരിച്ച് നാട്ടിലേക്ക് വരുന്ന അവസ്ഥയിൽ പിന്നെ അവരെ തിരിഞ്ഞു നോക്കാൻ, അവരെ കയ്യിൽ പൈസ ഇല്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അവരെ തിരിഞ്ഞു നോക്കാൻ ആളുകളില്ലാത്ത അല്ലെങ്കിൽ വീട്ടുകാർ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയൊക്കെ പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോഴും അണുകുടുംബങ്ങളാണ് നമ്മളെങ്കിലും ഇപ്പോഴും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്, നമ്മൾ സമൂഹത്തിൽ കണ്ടതുമാണ്. ഇതുപോലുള്ള അവസ്ഥകൾ ഇപ്പൊ നമ്മൾ കൊറോണ സമയത്തൊക്കെ കുറെ അങ്ങനെ ഗൾഫുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ നാട്ടിൽ വരുമ്പോൾ വീട്ടിലെ ഭാര്യയും മക്കളും വീടെല്ലാം അടച്ച് പുറത്ത് ഗേറ്റ് എല്ലാം പൂട്ടി ക്ലോസ് ചെയ്തിട്ട് അവരുടെ ഉള്ളിലേക്ക് കയറ്റി വിടാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് നമ്മൾ കൊറോണ സമയങ്ങളിൽ കണ്ടിരുന്നു. അതിനേക്കാളും വലിയ ഭയാനകമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. ഇത്രയും കാലങ്ങളിൽ നമ്മൾ സംരക്ഷിച്ച് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് വീട്ടുകാരും മക്കളും നല്ല രീതിയിൽ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് വർക്ക് ചെയ്യുന്ന, വെള്ളവും ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാതെ വർക്ക് ചെയ്യുന്ന ഗൾഫിലെ ആളുകൾ നമ്മൾ കുറെ കണ്ട ആളുകളാണ്. കുറെ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് നേരിട്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ തന്നെ വളരെ വിഷമമായിട്ടുള്ള കാര്യങ്ങളാണ്. നാട്ടിൽ വരുമ്പോൾ അവരെ മൈൻഡ് ചെയ്യാതെ അവരെ കാര്യമായിട്ട് രീതിയിൽ സ്വീകരിക്കാത്ത രീതിയിൽ അതുപോലെ വീട്ടിൽ നിന്നും ഭക്ഷണം പോലും കൊടുക്കാത്ത രീതിയിലൊക്കെ നമ്മൾ കാണുന്ന അവസ്ഥ വരുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതുപോലെ ഇനി സമൂഹങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ സാധിക്കുള്ളൂ. ഇതെല്ലാം കേസിന്റെ വഴിയിൽ പോവുകയാണെങ്കിൽ, ഒരു കേസ് കൊടുക്കുകയാണെങ്കിലൊക്കെ തീരുമാനങ്ങളായി വരും. പിന്നെയും അതിന്റെ ബാക്കിൽ പല നൂലാമാലകളും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരും ഇതിന്റെ പുറകെ പോകാത്തതും. ഇത് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ട ശേഷമാണ് വിസ്മയ ന്യൂസിനെ അറിയിക്കുകയും അവരൊന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയും ഇങ്ങനെ ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്തത്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ രക്ഷിതാക്കളെ, നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് നമ്മൾ അത് ചെയ്തേ തീരൂ. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ മറ്റു ചിന്തകളിലേക്ക് പോകുമ്പോഴും നമ്മുടെ സുഖം തേടി പോകുമ്പോഴും മാത്രമാണ് ഇതെല്ലാം നമ്മൾ
ഒഴിവാക്കപ്പെടുന്നത്. അങ്ങനത്തെ രീതിയിൽ സമൂഹത്തെ കൊണ്ടുവരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. വീണ്ടും ഇതുപോലുള്ള മറ്റു വിഷയങ്ങളുമായി ടോക് ടേഷേഴ്സ് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ടോക് ടേഷേഴ്സ്.